അശ്വതി, ഈ നമ്മൾ കർക്കിടക മാസത്തിന്റെ ചികിത്സാ രീതികളെ കുറിച്ച് പറഞ്ഞു, ക്ഷേത്രങ്ങളിലുള്ള പൂജകളെ കുറിച്ച് പറഞ്ഞു. അശ്വതി, അത് എനിക്ക് തോന്നുന്നു മനുഷ്യരുടെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, ഈ പ്രകൃതി തന്നെ പുതുജീവൻ നേടുന്ന കർക്കിടക മാസമാണ് ഇത്. ആയുർവേദം ഈ കാലത്തെ ശരീരത്തെയും മനസ്സിനെയും സംരക്ഷിക്കാനും പുതുക്കാനുമുള്ള ഏറ്റവും അനുയോജ്യമായ സമയമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഒപ്പം തന്നെ കർക്കിടകത്തിലെ ആരോഗ്യശീലങ്ങളും ചികിത്സാ രീതികളും ജീവിതക്രമവും പരിചയപ്പെടാം. ഔഷധ കർക്കിടകത്തിലേക്ക് സ്വാഗതം. ആയുർവേദത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്നതാണ് കർക്കിടക ചികിത്സ. കർക്കിടക ചികിത്സയ്ക്ക് ഇത്രയ പ്രാധാന്യം വരാൻ കാരണം തന്നെ നമ്മുടെ ഒരു വർഷക്കാലം എടുത്തു കഴിഞ്ഞാൽ അതിലെ 12 മാസം 6 ഋതുക്കളായിട്ടാണ് തിരിക്കുന്നത്. അതിലെ 6 ഋതുക്കളിൽ 2 അയനമാണുള്ളത്, ഉത്തരായനം, ദക്ഷിണായനം. ഉത്തരായനം എന്ന് പറയുമ്പോൾ സൂര്യൻ ഉത്തരദിശയിലേക്ക് ചലിക്കുന്നു. ഉത്തരായനത്തിൽ വരുന്നതാണ് ശിശിര, വസന്ത, ഗ്രീഷ്മ ഋതുക്കൾ. ദക്ഷിണായനത്തിൽ വർഷ, ശരത്, ഹേമന്ത ഋതുക്കളാണ് വരുന്നത്. വർഷ ഋതു തുടങ്ങുന്നത് ദക്ഷിണായനത്തിലൂടെയാണ്. അതുകൊണ്ട് തന്നെ വർഷ ഋതുവിൽ വരുന്ന ഒരു മാസമാണ് കർക്കിടകം. കർക്കിടകത്തിൻ്റെ പ്രാധാന്യം അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഒരു അയനത്തിന് വ്യത്യാസമുണ്ടാകുന്നു. അതുപോലെ ഋതുസന്ധി വരുന്ന ഒരു സമയം കൂടി ആയതുകൊണ്ട് തന്നെ അന്തരീക്ഷത്തിൽ പല മാറ്റങ്ങളും സംഭവിക്കുന്നു. ഈ മാറ്റങ്ങൾ മനുഷ്യരിൽ പല തരത്തിലുള്ള രോഗങ്ങൾക്കും കാരണമാകുന്നു. രോഗപ്രതിരോധ ശേഷി കുറയുന്നു. വാതപിത്താദി കഫദോഷങ്ങൾക്ക് വർധനവുണ്ടാകുന്നു. ഇതിൽ വാതദോഷത്തിനാണ് ഏറ്റവും കൂടുതൽ വർധനവ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശരീരത്തിൽ നീർക്കെട്ട്, പലതരത്തിലുള്ള വേദന, തരിപ്പ്, പെരുപ്പ്, മരവിപ്പ് തുടങ്ങിയ അവസ്ഥകൾ കണ്ടുവരുന്നു. ഇതിന് അനുയോജ്യമായിട്ടുള്ള ചികിത്സകളാണ് ആയുർവേദത്തിൽ ഈ കർക്കിടക മാസത്തിൽ ചെയ്തു വരുന്നത്. ആയുർവേദ ചികിത്സ 2 തരത്തിലാണ് നമ്മൾ കർക്കിടകത്തിൽ ചെയ്യുന്നത്. ഒന്ന്, രോഗമുള്ള വ്യക്തിക്ക് അയാളുടെ രോഗം കുറയ്ക്കുന്നതിനുള്ള ചികിത്സ. 2, രോഗം വരാതിരിക്കുവാനുള്ള ചികിത്സ. അതായത് ആരോഗ്യവാനായ ഒരു വ്യക്തിക്ക് അയാളുടെ ആരോഗ്യം നിലനിർത്തുന്നതിന് വേണ്ടി ചെയ്യുന്ന ആയുർവേദ ചികിത്സകൾ. കർക്കിടകത്തിലെ ദിനചര്യ നോക്കുകയാണെങ്കിൽ രാവിലെ എഴുന്നേൽക്കുക, 1 ഗ്ലാസ് ചൂടുവെള്ളം കുടിച്ച് തുടങ്ങുന്നതാണ് ഏറ്റവും ഉചിതം. അതിനുശേഷം എണ്ണ തേച്ചുള്ള കുളി, ദിവസവും നല്ലെണ്ണയോ ഇല്ലെങ്കിൽ ധന്വന്തരം തൈലമോ തേച്ച് കുളിക്കാവുന്നതാണ്. കുളിക്കുന്നതിന് ചൂടുവെള്ളം ഉപയോഗിക്കാം. വേപ്പില, നാൽപ്പാമരപ്പട്ട എന്നിവയിട്ട് തിളപ്പിച്ച് ഉണ്ടാക്കുന്ന ചൂടുവെള്ളം കുളിക്കുന്നത് ശരീരത്തിൽ ഉണ്ടാകുന്ന ത്വക്ക് രോഗങ്ങൾ തടയാൻ സഹായിക്കുന്നു. ദിനചര്യയിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനമായിട്ടുള്ളതാണ് കൃത്യമായിട്ടുള്ള ആഹാര രീതി, വ്യായാമം, അതുപോലെ ഉറക്കം. ആഹാരം കൃത്യസമയത്തിന് കൃത്യമായിട്ടുള്ള അളവിൽ തന്നെ കഴിക്കുവാൻ ശ്രദ്ധിക്കുക. ഒരു നേരം ഔഷധ കഞ്ഞി കഴിക്കുന്നത് ദഹനം മെച്ചപ്പെടുത്തുന്നതിനും അതുപോലെ രോഗങ്ങൾ തടയുന്നതിനും വളരെയധികം സഹായിക്കാറുണ്ട്.